നമസ്കാരം. ഏകപക്ഷീയം എന്ന ഒരു സമയത്ത് കരുതപ്പെട്ടിരുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള T20 പരമ്പര ഇപ്പോൾ കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ്. രാജ്കോട്ടിലെ മൂന്നാം അംഗത്തിൽ ജയിച്ച് ഇംഗ്ലണ്ട് ശക്തമായി തിരിച്ചടിച്ചതോടെയാണ് T20 പരമ്പരയ്ക്ക് ഇപ്പോൾ ഒരു ജീവൻ വച്ചിരിക്കുന്നത്. ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും ഇതോടെ തീപ്പൊരി പോരാട്ടം തന്നെ ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രതീക്ഷിക്കാം. രണ്ട് തുടർ വിജയങ്ങളുടെ ആലസ്യത്തിലിറങ്ങിയ ഇന്ത്യയുടെ കണ്ണു തുറപ്പിക്കുന്ന വിജയമാണ് കഴിഞ്ഞ മത്സരത്തിൽ ജോസ് ബട്ട്ലറും കൂട്ടരും സ്വന്തമാക്കിയത്. ഇന്ത്യക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയായി ഇതിനെ കാണാൻ സാധിക്കും. ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും ഏറ്റവും മികച്ച കളി തന്നെ പുറത്തെടുക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് പരമ്പര വരുതിയിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാം T20യിലേറ്റ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടായിരിക്കും വെള്ളിയാഴ്ച രാത്രി പൂനെയിൽ നടക്കാനിരിക്കുന്ന നാലാം അക്കത്തിന് ഇന്ത്യ ഇറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ തോറ്റ ടീമിൽ ചില മാറ്റങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. പൂനെയിൽ ഇന്ത്യയുടെ സാധ്യത 11 എങ്ങനെയാകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ഇംഗ്ലണ്ടുമായുള്ള നാലാം T20യിലും ഓപ്പണിംഗ് കോമ്പിനേഷൻ ഇന്ത്യ മാറ്റാൻ ഇടയില്ല. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണും വെടിക്കെട്ട് താരവും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മയും ചേർന്നായിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. പരമ്പരയിലെ കഴിഞ്ഞ 3 മത്സരത്തിലും ഈ ജോഡി പ്രതീക്ഷിച്ച പോലെ ക്ലിക്കായിരുന്നില്ല. എങ്കിലും ഇവരിൽ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കോച്ച് ഗൗതം ഗംഭീറും വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മ ഭേദപ്പെട്ട പ്രകടനമാണ് ആദ്യ 3 മത്സരത്തിലും കാഴ്ചവെച്ചത്. ഒരു 50 അടക്കം 212.96 സ്ട്രൈക്ക് റേറ്റിൽ 115 റൺസ് താരം നേടിയിരുന്നു. പരമ്പരയിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററും ഇദ്ദേഹം തന്നെ. പക്ഷേ സഞ്ജുവിന് ഈ പരമ്പരയിൽ ഒരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനായില്ല. 3 ഇന്നിംഗ്സിൽ നിന്നും 11.33 ശരാശരിയിൽ നേടാനായത് വെറും 34 റൺസ് മാത്രം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ T20 ടീമിൽ സ്ഥാനം നിലനിർത്താൻ ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും മികച്ച സ്കോറുകൾ സഞ്ജുവിന് നേടേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ കളിക്കേണ്ടത് തകർപ്പൻ ഫോമിലുള്ള തിലക് വർമ്മയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നായകൻ സൂര്യകുമാർ യാദവാണ് ഈ പൊസിഷനിൽ ഇറങ്ങിയത്. പക്ഷെ 14 റൺസ് എടുത്ത് പുറത്തായി. മൂന്നാം നമ്പർ കൂടുതൽ യോജിക്കുന്നത് തിലകിനാണ്. അതിനാൽ തന്നെ അടുത്ത കളിയിൽ അദ്ദേഹം ഈ പൊസിഷനിലേക്ക് മടങ്ങിയെത്തുകയും വേണം. തിലകിന് ശേഷം നാലാമനായി സൂര്യയും ബാറ്റ് ചെയ്യണം. 5-ാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യയും മാറ്റാനിടയില്ല. അടുത്ത മത്സരത്തിലും അദ്ദേഹത്തിന് ഇതേ റോളായിരിക്കും ഉണ്ടാവുക. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബാറ്റിംഗിൽ ഫ്ലോപ്പായ ധ്രുവ് ജുറേലിനെയും ഇന്ത്യ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. പകരം ബമ്പനടിക്കാരനായ ബാറ്ററും മീഡിയം പേസ് ഓൾറൗണ്ടറുമായ രമൺദീപ് സിംഗുമായിരിക്കും പ്ലേയിങ് 11ലേക്ക് ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരാൾ. തുടർന്ന് 7-ാമനായി ഇടം കെയിൻ സ്പിന്നറും ഓൾറൗണ്ടറുമായ അക്ഷർ പട്ടേലിന്റെ ഊഴമായിരിക്കും. ഇന്ത്യയുടെ ബൗളിംഗ് ലൈനപ്പിലും അടുത്ത കളിയിൽ മാറ്റം പ്രതീക്ഷിക്കാം. ബാറ്റിങ്ങിനും ബൗളിങ്ങിനും യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ ഒഴിവാക്കി പകരം ഇടം കെയിൻ പേസർ ഹർഷ്ദീപ് സിംഗിനെ ഇന്ത്യ തിരികെ വിളിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകിയ തീരുമാനം പാളിപ്പോയിരുന്നു. സ്പിൻ ബൗളിങ്ങിന്റെ ചുമതല വരുൺ ചക്രവർത്തിക്ക് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിന് കൂട്ടായി രവി ബിഷ്ണോയിയും ഉണ്ടായിരിക്കും. ഹർഷ്ദീപിനൊപ്പം മുഹമ്മദ് ഷമിയാകും പേസ് ബൗളിങ്ങിന് ചുക്കാൻ പിടിക്കാൻ പോകുന്നത്.